ഹായ് എവരിവൺ. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഭയമുള്ളവരാണ് അല്ലെ, എന്തെങ്കിലും ചെയ്യാനിടയ്ക്ക് പേടിയുള്ളവരാണ്. അപ്പൊ നമുക്ക് പേടി എന്ന് പറയുന്ന ആ ഒരു വികാരം നമ്മൾ എക്സ്പ്രസ് ചെയ്യാറുണ്ട് അല്ലെ, പല രീതിയിലും. അപ്പൊ നമുക്ക് ഇംഗ്ലീഷിൽ നമ്മുടെ വികാരങ്ങൾ അല്ലെ, പ്രത്യേകിച്ചും ഭയം എന്ന് പറയുന്ന ആ ഒരു വികാരം, എനിക്ക് അത് ചെയ്യുന്നതിന് പേടിയുണ്ട്, എനിക്ക് ഇത് ചെയ്യുന്നതിന് പേടിയുണ്ട്, ഞാൻ അതിനെ ഭയക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എങ്ങനെ സംസാരിക്കും? എന്ന് ഭയത്താൽ, എന്ന് ഭയപ്പെട്ടുകൊണ്ട്, എന്ന് പേടിച്ചുകൊണ്ട് എന്നൊക്കെയുള്ള രീതിയിലുള്ള സെന്റൻസുകളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് പഠിക്കാം. ബസ് കിട്ടൂലെന്ന് ഭയപ്പെട്ടുകൊണ്ട് ഞാൻ ബസ് സ്റ്റോപ്പിലേക്ക് ഓടി. ബസ് കിട്ടൂല എന്ന് ഭയപ്പെട്ടുകൊണ്ട്, അപ്പൊ സമയം വൈകി, അപ്പൊ അതുകൊണ്ട് ബസ് കിട്ടൂലെന്ന് ഭയപ്പെട്ടുകൊണ്ട് ഞാൻ ബസ് സ്റ്റോപ്പിലേക്ക് ഓടി. ഇതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും? ഫോർ ഫിയർ ഓഫ് മിസ്സിംഗ് ദ ബസ് ഐ റാൻ ടു ദ ബസ് സ്റ്റോപ്പ്. ഫോർ ഫിയർ ഓഫ് മിസ്സിംഗ് ദ ബസ് ഐ റാൻ ടു ദ ബസ് സ്റ്റോപ്പ്. ആ ബസ് കിട്ടൂലെന്ന് പേടിച്ചുകൊണ്ട് ഞാൻ ബസ് സ്റ്റോപ്പിലേക്ക് ഓടി. ഓക്കെ, ഇനി അടുത്ത സെന്റൻസ് നോക്കാം. ഒരു കാര്യം പറയുമ്പോഴേക്കും മറ്റുള്ളവർ അത് വേദനിപ്പിക്കുമോ എന്നൊക്കെ വിചാരിച്ച് നമ്മൾ അത് പറയാതെ നമ്മളിലോട്ട് തന്നെ ഒതുക്കും അല്ലെ. അപ്പൊ ആർക്കെങ്കിലും വേദനിക്കുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട്, ആ പേടി കൊണ്ട് ഞാൻ എന്റെ അഭിപ്രായം എന്നിലേക്ക് തന്നെ ഒതുക്കി. ആർക്കെങ്കിലും വേദനിക്കുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് എന്റെ അഭിപ്രായം ഞാൻ എന്നിലേക്ക് തന്നെ ഒതുക്കി. എങ്ങനെ പറയും? അഭിപ്രായം എന്ന് പറയുമ്പോ എങ്ങനെ പറയണത്? ഒപ്പീനിയൻ അല്ലെ. അപ്പൊ നമ്മൾ എങ്ങനെ പറയും? ഫോർ ഫിയർ ഓഫ് ഓഫൻഡിങ് എനിവൺ ഐ കെപ്റ്റ് മൈ ഒപ്പീനിയൻ ടു മൈസെൽഫ്. ഫോർ ഫിയർ ഓഫ് ഓഫൻഡിങ് എനിവൺ ഐ കെപ്റ്റ് മൈ ഒപ്പീനിയൻ ടു മൈസെൽഫ്. ഫോർ ഫിയർ ഓഫ് ഓഫൻഡിങ് എനിവൺ ഐ കെപ്റ്റ് മൈ ഒപ്പീനിയൻ ടു മൈസെൽഫ്. കണ്ടോ? അപ്പൊ ഇവിടെ ഫോർ ഫിയർ ഓഫ് എന്ന് ആദ്യത്തേലും കണ്ടു, രണ്ടാമത്തേലും കണ്ടു അല്ലെ. അപ്പൊ ഈ ഒരു എക്സ്പ്രഷനാണ് നമ്മൾ ഭയപ്പെട്ടുകൊണ്ട്, അയ്യോ അങ്ങനെ ആ ഒരു പേടി കൊണ്ട് എന്നൊക്കെയുള്ള രീതിയിൽ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഫോർ ഫിയർ ഓഫ്. ഫോർ ഫിയർ ഓഫ് ഓഫൻഡിങ് എനിവൺ. ഫോർ ഫിയർ ഓഫ് ഓഫൻഡിങ് എനിവൺ ഐ കെപ്റ്റ് മൈ ഒപ്പീനിയൻ ടു മൈസെൽഫ്. ഐ കെപ്റ്റ് എന്ന് പറയുമ്പോ എന്താ? കെപ്റ്റ് എന്താണ്? കീപ്പ് ചെയ്യുക എന്ന് പറയില്ലേ. കീപ്പ് ചെയ്യുക എന്ന് പറയുന്നതിന്റെ പാസ്റ്റ്, കഴിഞ്ഞ കാലത്തിലെ രൂപമാണ് കെപ്റ്റ്. ഓക്കെ, ഐ കെപ്റ്റ് മൈ ഒപ്പീനിയൻ, എന്റെ അഭിപ്രായം എന്നിലേക്ക് തന്നെ എന്ന് എങ്ങനെ പറയും? ടു മൈസെൽഫ്. ഓക്കെ, ഫോർ ഫിയർ ഓഫ് ഓഫൻഡിങ് എനിവൺ ഐ കെപ്റ്റ് മൈ ഒപ്പീനിയൻ ടു മൈസെൽഫ്. കണ്ടോ? ആ രീതിയിലാണ്. അപ്പൊ ഫോർ ഫിയർ ഓഫ് അതാണ് എന്ന ഭയത്താൽ, എന്ന പേടിയാൽ എന്നൊക്കെയുള്ള ആ രീതിയിൽ നമ്മൾ സെന്റൻസുകളിൽ ഉപയോഗിക്കുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് അടുത്ത സെന്റൻസ് നോക്കാം. ഫോൺ നഷ്ടപ്പെടും എന്നുള്ള ഭയം കൊണ്ട് ഞാൻ ദിവസം മുഴുവനും ഫോൺ എന്റെ പോക്കറ്റിൽ തന്നെ സൂക്ഷിച്ചു. ഫോൺ നഷ്ടപ്പെടുമെന്നുള്ള ഭയം കൊണ്ട് ഫോൺ എന്റെ പോക്കറ്റിൽ തന്നെ ദിവസം മുഴുവൻ ഞാൻ സൂക്ഷിച്ചു. ഇതെങ്ങനെ നമ്മൾ പറയും? അപ്പൊ ആദ്യം നമുക്ക് ഡൗട്ട് ചെയ്യേണ്ട, ആദ്യം നമ്മൾ പറയേണ്ടതാണ് ഫോർ ഫിയർ ഓഫ്. ആ എക്സ്പ്രഷൻ അതുപോലെ തന്നെ ഉപയോഗിക്കുക. ഫോർ ഫിയർ ഓഫ്, നഷ്ടപ്പെടുക എന്നുള്ളത് എങ്ങനെ? ഫോർ ഫിയർ ഓഫ് ലൂസിങ് മൈ ഫോൺ. ഫോർ ഫിയർ ഓഫ് ലൂസിങ് മൈ ഫോൺ, എന്റെ ഫോൺ നഷ്ടപ്പെടുമെന്നുള്ള പേടിയുണ്ട്. എന്ത് ചെയ്തു ഞാൻ? ഐ കെപ്റ്റ്, ഞാൻ എവിടെ സൂക്ഷിച്ചു? ഐ കെപ്റ്റ് ഇറ്റ് ഇൻ മൈ പോക്കറ്റ് ഓൾ ഡേ. ഐ കെപ്റ്റ് ഇറ്റ്, ഞാൻ സൂക്ഷിച്ചു. എവിടെ സൂക്ഷിച്ചു? ഇൻ മൈ പോക്കറ്റ്, എന്റെ പോക്കറ്റിൽ. എപ്പോഴൊക്കെ? ഓൾ ഡേ, ദിവസം മുഴുവനും. ഓക്കെ, ഫോർ ഫിയർ ഓഫ് ലൂസിങ് മൈ ഫോൺ ഐ കെപ്റ്റ് ഇറ്റ് ഇൻ മൈ പോക്കറ്റ് ഓൾ ഡേ. കണ്ടാ? ആ രീതിയിലാണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, നമുക്ക് അടുത്ത സെന്റൻസ് നോക്കാം. പരീക്ഷയിൽ തോക്കൂ എന്നുള്ള ഭയം എല്ലാവർക്കും ഉണ്ടല്ലോ. അപ്പൊ പരീക്ഷയിൽ തോക്കൂ എന്നുള്ള ഭയം കൊണ്ട് ഞാൻ നന്നായി പഠിച്ചു. പരീക്ഷയിൽ തോക്കുമെന്നുള്ള ഭയം കൊണ്ട് ഞാൻ നന്നായി പഠിച്ചു. ഇതെങ്ങനെ പറയും? ഫോർ ഫിയർ ഓഫ് എന്താണ്? തോൽക്കുന്നത് അല്ലെ. തോക്കുക എന്നുള്ളത് നമ്മൾ എന്ത് പറയും? ഫെയിൽ അല്ലെ. ഫോർ ഫിയർ ഓഫ് ഫെയിലിംഗ് ഇൻ ദ എക്സാം. ഫോർ ഫിയർ ഓഫ് ഫെയിലിംഗ് ഇൻ ദ എക്സാം എന്ത് ചെയ്തു ഞാൻ? ഐ സ്റ്റഡീഡ് വെൽ. ഐ സ്റ്റഡീഡ് വെൽ, ഞാൻ നന്നായി പഠിച്ചു. സ്റ്റഡീഡ് എങ്ങനെയാണ് പഠിച്ചത്? വെൽ, നന്നായി പഠിച്ചു. ഓക്കെ, ഫോർ ഫിയർ ഓഫ് ഫെയിലിംഗ് ഇൻ ദി എക്സാം ഐ സ്റ്റഡീഡ് വെൽ. അപ്പൊ നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിക്കണം. ഇപ്പൊ നമ്മൾ ഫോർ ഫിയർ ഓഫ് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ആ വെർബ് ING ഫോമിലുള്ളതാണ് അല്ലേ. അപ്പൊ
നഷ്ടപ്പെടലിനോടുള്ള പേടി, അല്ലെങ്കിൽ തോൽവിയോടുള്ള പേടി. അപ്പൊ ഈ ING നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഒരു നൗൺ ഫോമിലായിട്ടാണ് അല്ലെ. ഒരു തോൽവിയോടുള്ള അല്ലെങ്കിൽ നഷ്ടപ്പെടലിനോടുള്ള എന്നൊക്കെയുള്ള രീതിയിലാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ING ഫോമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ആ വെർബ് ഫോമിലായിട്ടല്ല, ഒരു നൗണിന്റെ ഒരു രീതിയിലാണ് അത് നാമമായിട്ടുള്ള രീതിയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, അതാണ് ഒരു ഡിഫറൻസ്. ഓഫിന് ശേഷം നമ്മൾ അങ്ങനെയാണ് ചേർക്കുന്നത്. അതൊന്ന് ഓർത്തിരിക്കണം കേട്ടോ. പിന്നെ അടുത്ത സെന്റൻസ് നോക്കാം. പച്ചക്കറി കേടായി പോകാതിരിക്കാൻ ഞാൻ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു. അപ്പൊ പച്ചക്കറി കേടായി പോകുമെന്നുള്ള പേടി കൊണ്ട് ഞാനത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു. എങ്ങനെ പറയും? ഫോർ ഫിയർ ഓഫ്. കേടായി പോകുക എന്നുള്ളത് നമ്മൾ എങ്ങനെ പറയും? ഗെറ്റ് സ്പോയിൽഡ് എന്നാണ് നമ്മൾ സാധാരണ കേടായി പോണേന് പറയുന്നത്. അപ്പൊ ഫോർ ഫിയർ ഓഫ് ഗെറ്റിംഗ് സ്പോയിൽഡ്. ഫോർ ഫിയർ ഓഫ് ഗെറ്റിംഗ് സ്പോയിൽഡ്. ഫോർ ഫിയർ ഓഫ് getting spoiled. I kept vegetables in the fridge. For fear of getting spoiled, കേടാകുമെന്നുള്ള പേടി കൊണ്ട് ഞാൻ എന്ത് ചെയ്തു? I kept സൂക്ഷിച്ചു. I kept vegetables in the fridge. ഫ്രിഡ്ജിൽ വെജിറ്റബിൾസ് സൂക്ഷിച്ചു. ഓക്കെ, അടുത്തത് തടി കൂടൂ എന്നുള്ള പേടി കൊണ്ട് അവള് ഭക്ഷണം കുറച്ചു. തടി കൂടൂ എന്നുള്ള ഒരു പേടി, ആ പേടി കൊണ്ട് എന്ത് ചെയ്തു? ഭക്ഷണം കുറച്ചു. അതെങ്ങനെ പറയാം നമ്മൾ സെന്റൻസ് ആക്കി? ഫോർ ഫിയർ ഓഫ് ഗെറ്റിംഗ് ഫാറ്റ് അല്ലെ. തടി കൂടുക എന്നുള്ളത് നമ്മൾ ഗെറ്റിംഗ് ഫാറ്റ്, വണ്ണം കൂടുക അല്ലെ. ഫോർ ഫിയർ ഓഫ് ഗെറ്റിംഗ് ഫാറ്റ് എന്ത് ചെയ്തോള്? ഷീ റെഡ്യൂസ്ഡ്. റെഡ്യൂസ്ഡ് എന്ന് വെച്ചാൽ എന്താണ്? കുറക്കുക അല്ലെ. ഇൻക്രീസ് ചെയ്യാന്ന് വെച്ചിട്ട് കൂട്ടുക, റെഡ്യൂസ് ചെയ്യാന്ന് വെച്ചാൽ കുറക്കുക അല്ലെ. ഷീ റെഡ്യൂസ്ഡ് വാട്ട്? എന്താണ് കുറച്ചത്? ഫുഡ്. ഷീ റെഡ്യൂസ്ഡ് ഫുഡ്, ഭക്ഷണം കുറച്ചോള്. അപ്പൊ ഫോർ ഫിയർ ഓഫ് ഗെറ്റിംഗ് ഫാറ്റ് ഷീ റെഡ്യൂസ്ഡ് ഫുഡ്. ഓക്കെ, ഈ വയസ്സാകും എന്നുള്ള ഒരു പേടി എല്ലാവർക്കും ഉണ്ടല്ലേ. നമ്മളെല്ലാവരും ചെറുപ്പക്കാരായിട്ട് ഇരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ്. അപ്പൊ വയസ്സായി പോകുമ്പോഴേക്കും ഒരു ഇച്ചിരി പേടിയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? പിന്നെ അങ്ങോട്ട് ഒരു ഇച്ചിരി പ്രായമായി കഴിയുമ്പോൾ ഭയങ്കര കെയറിങ് ആയിരിക്കും, ഹെൽത്ത് കെയറിങ് ഒക്കെ അല്ലെ. അതുപോലെ ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. വയസ്സായി പോകും എന്നുള്ള പേടി കൊണ്ട് ഞാൻ എൻ്റെ ആരോഗ്യം സംരക്ഷിക്കാൻ തുടങ്ങി. വയസ്സാകും എന്നുള്ള പേടി കൊണ്ട് ഞാൻ എൻ്റെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നു എന്നെങ്ങനെ പറയും? ഫോർ ഫിയർ ഓഫ് ഗെറ്റിംഗ് ഓൾഡ്. വയസ്സാകും എന്നുള്ള പേടി, അപ്പൊ അതിനാണ് ഗെറ്റ് ഓൾഡ് എന്നാണ് പറയുന്നത്. അപ്പൊ ഗെറ്റിംഗ് ഓൾഡ് ING ചേർത്തിട്ട് പറയുന്നത്. ഫോർ ഫിയർ ഓഫ് ഗെറ്റിംഗ് ഓൾഡ്. പിന്നെ ഞാൻ എന്താ ചെയ്യാൻ തുടങ്ങിയത്? ഐ ടേക്ക് കെയർ ഓഫ് മൈ ഹെൽത്ത്. ഐ ടേക്ക് കെയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? സംരക്ഷിക്കുക അല്ലെ. ടേക്ക് കെയർ എന്ന് വെച്ചാൽ സംരക്ഷിക്കുക അല്ലെങ്കിൽ പരിപാലിക്കുക എന്നൊക്കെയാണ്. ഐ ടേക്ക് കെയർ ഓഫ് വാട്ട്? എന്തിനാണ് ടേക്ക് കെയർ ചെയ്തത്? മൈ ഹെൽത്ത്. എന്റെ ആരോഗ്യത്തെയാണ് ഞാൻ സംരക്ഷിച്ചത്. അപ്പൊ ഫോർ ഫിയർ ഓഫ് ഗെറ്റിംഗ് ഓൾഡ് ഐ ടേക്ക് കെയർ ഓഫ് മൈ ഹെൽത്ത്. അപ്പൊ കണ്ണുകൾ നമ്മൾ സംരക്ഷിക്കണം അല്ലെ. കണ്ണുകളിലൊക്കെ എന്തെങ്കിലുമൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കണ്ണിന്റെ കാഴ്ച വരെ നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ കണ്ണുകളിൽ നമ്മൾ കണ്ണ് സംരക്ഷിച്ചില്ലെങ്കിൽ കണ്ണിന്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടു പോകും. അപ്പൊ ഇവിടെ നോക്കും, കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോകുമെന്ന് പേടിച്ചിട്ട് അവൾ എന്ത് ചെയ്തു? അവള് കണ്ണ് കഴുകി. കണ്ണിന്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടു പോകുമെന്ന് പേടിച്ച് അവള് കണ്ണ് കഴുകി. അതെങ്ങനെ പറയും? ഫോർ ഫിയർ ഓഫ് ലൂസിങ് ഐസൈറ്റ്. ഫോർ ഫിയർ ഓഫ് ലൂസിങ് ഐസൈറ്റ്. ലൂസിങ് എന്ന് വെച്ചാൽ എന്താണ്? നഷ്ടപ്പെടുക അല്ലെ. നഷ്ടപ്പെടൽ, ലൂസിങ്, നഷ്ടപ്പെടലിന്റെ പേടി കൊണ്ട് അവൾ എന്ത് ചെയ്തു? കാഴ്ചയാണ് നഷ്ടപ്പെടുന്നത്. കാഴ്ച, ഐസൈറ്റ്. കാഴ്ച നഷ്ടപ്പെടുമെന്നുള്ള പേടി കൊണ്ട് അവൾ എന്ത് ചെയ്തു? ഷീ വാഷ്ഡ് ഹെർ ഐസ്. ഫോർ ഫിയർ ഓഫ് ലൂസിങ് ഐസൈറ്റ് ഷീ വാഷ്ഡ് ഹെർ ഐസ്. നമ്മളൊരു സ്പീച്ചിന് പോകുമ്പോഴേക്കും നമ്മൾ പ്രിപ്പയർ ചെയ്യണം, അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? അവിടെ കുറെ തെറ്റുകൾ, മിസ്റ്റേക്സ് ഒക്കെ നമ്മൾ വരുത്തും അല്ലെ. അപ്പൊ മിസ്റ്റേക്സ് സംഭവിക്കും എന്നുള്ള പേടി കൊണ്ട് അവള് പ്രസംഗത്തിന് നന്നായിട്ട് ഒരുങ്ങി. എങ്ങനെ പറയും? തെറ്റുകൾ വരുത്തും എന്നുള്ള പേടി കൊണ്ട് അവള് പ്രസംഗത്തിന് വേണ്ടി നന്നായി ഒരുങ്ങി എന്ന് പറഞ്ഞു നോക്കേ. ഫോർ ഫിയർ ഓഫ് മേക്കിംഗ് മിസ്റ്റേക്സ്.
തെറ്റുകൾ വരുത്തുക എന്നുള്ളതിന് മേക്ക് മിസ്റ്റേക്സ് എന്നാണ്. അപ്പൊ മേക്കിംഗ് മിസ്റ്റേക്സ് നമ്മൾ ആക്കണം ഇവിടെ. അപ്പൊ മേക്കിംഗ് മിസ്റ്റേക്സ് എന്നാണ് നമ്മൾ ഇവിടെ ആക്കേണ്ടത്. ഫോർ ഫിയർ ഓഫ് മേക്കിംഗ് മിസ്റ്റേക്സ് എന്ത് ചെയ്തവള്? ഷീ പ്രിപ്പയർഡ് വെൽ ഫോർ ദ സ്പീച്ച്. ഷീ പ്രിപ്പയർഡ് വെൽ, നന്നായിട്ട് ഒരുങ്ങി. എന്തിന്? ഫോർ ദ സ്പീച്ച്, പ്രസംഗത്തിന് വേണ്ടി. അപ്പൊ ഫോർ ഫിയർ ഓഫ് മേക്കിംഗ് മിസ്റ്റേക്സ് ഷീ പ്രിപ്പയർഡ് വെൽ ഫോർ ദ സ്പീച്ച്. ആർക്കെങ്കിലുമൊക്കെ ജലദോഷം അല്ലെങ്കിൽ ഫ്ലൂ ഒക്കെ വന്നു കഴിയുമ്പോഴേക്കും നമ്മൾ അവരുടെ അടുത്ത് പോകുമ്പോൾ നമുക്ക് വരുമോ എന്നുള്ളൊരു പേടി ഉണ്ടാവും അല്ലെ. അപ്പൊ നമ്മൾ അവരുടെ അടുത്ത് നിന്ന് അതൊക്കെ ഒന്ന് മാറി നിൽക്കാനായിട്ട് നോക്കും. അതുപോലത്തെ ഒരു സെന്റൻസ് ആണിത്. ജലദോഷം അല്ലെങ്കിൽ ഫ്ലൂ വരും എന്നുള്ള പേടി കൊണ്ട് വന്ന ആ വ്യക്തിയിൽ നിന്ന് ഞാൻ അകന്നു നിന്നു. എങ്ങനെ പറയും? ഫോർ ഫിയർ ഓഫ് ഗെറ്റിംഗ് ഫ്ലൂ. കണ്ട, ഗെറ്റ്, എന്തെങ്കിലും അസുഖം നമുക്ക് കിട്ടുന്നതിന് നമ്മൾ പറയുന്ന ഗെറ്റ്. ഇപ്പൊ ഗെറ്റ് ഫ്ലൂ അല്ലെങ്കിൽ ഗെറ്റ് ഫീവർ, ഗെറ്റ് കോൾഡ്, ആ രീതിയിൽ നമുക്ക് അസുഖം കിട്ടുന്നതിന് നമ്മൾ ഗെറ്റ് എന്നുള്ള ഒരു പദം ഉപയോഗിക്കാറുണ്ട്. അപ്പൊ നമ്മൾ നോക്കണം, ഗെറ്റിന്റെ ഗെറ്റിംഗ് എന്നുള്ള ഫോമാണ് നമ്മളോട് ഉപയോഗിക്കേണ്ടത്. അപ്പൊ ഫോർ ഫിയർ ഓഫ് ഗെറ്റിംഗ് ഫ്ലൂ ഞാൻ എന്ത് ചെയ്തു? ഐ സ്റ്റേഡ് എവേ. അകന്ന് നിൽക്കുക എന്നുള്ളതിന് നമ്മൾ എന്ത് പറയും? സ്റ്റേ എവേ. ഇവിടെ പാസ്റ്റ് ഉപയോഗിച്ച് അകന്ന് നിന്നു എന്നാണ് പറയേണ്ടത്. അപ്പൊ സ്റ്റേഡ് എവേ ഫ്രം ദ, ആരിൽ നിന്നാണ്? ഫ്രം ദി അഫക്റ്റഡ്. ഫ്രം ദി അഫക്റ്റഡ്, ആ വന്നിരിക്കുന്നു. ഈ ഓൾറെഡി ഫ്ലൂ വന്ന ആള് എന്താ പറയുന്ന? അഫക്റ്റഡ് പേഴ്സൺ ആണ് അല്ലെ. അപ്പൊ ഫ്രം ദി അഫക്റ്റഡ്, ആ രോഗബാധിതന്റെ അടുത്ത് നിന്ന് ഞാൻ മാറി. അപ്പൊ ഫോർ ഫിയർ ഓഫ് ഗെറ്റിംഗ് ഫ്ലൂ ഐ സ്റ്റേഡ് എവേ ഫ്രം ദി അഫക്റ്റഡ്. നമുക്ക് അടുത്തത് നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള ഒരു കാര്യമാണ്. പൈസ നഷ്ടപ്പെടും എന്നുള്ളൊരു പേടി നമുക്ക് ഉണ്ടാവുമല്ലേ ചെലവ് നടത്തുമ്പോഴേക്കും. അപ്പൊ പൈസ നഷ്ടപ്പെടുക എന്നുള്ള പേടി കൊണ്ട് ഞാൻ എന്ത് ചെയ്തു? സൂക്ഷിച്ച് പൈസ ചെലവാക്കി. എങ്ങനെ പറയും? പറഞ്ഞു നോക്കൂ. ഫോർ ഫിയർ ഓഫ് ലൂസിങ് മണി. ഫോർ ഫിയർ ഓഫ് ലൂസിങ് മണി ഐ സ്പെൻഡ്. ഞാൻ എങ്ങനെ ചെലവഴിച്ചു? ഐ സ്പെൻഡ് കെയർഫുള്ളി. ഐ സ്പെൻഡ് കെയർഫുള്ളി. ഞാൻ സൂക്ഷിച്ച് ചെലവാക്കി. സൂക്ഷിച്ച് എന്നുള്ള വാക്കാണ് കെയർഫുള്ളി എന്നുള്ളത്. ഓക്കെ. ഫോർ ഫിയർ ഓഫ് ലൂസിങ് മണി ഐ സ്പെൻഡ് കെയർഫുള്ളി. അപ്പൊ ഇത്രയും നേരം നമ്മൾ എന്താ പഠിച്ചുകൊണ്ടിരുന്നത്? പേടി കൊണ്ട്, ഭയം കൊണ്ട് എന്നൊക്കെ ഉള്ള രീതിയിലുള്ള ഒരു എക്സ്പ്രഷനാണ്. സെന്റൻസുകൾ എങ്ങനെ ഉപയോഗിക്കാം എന്നാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഇനി നിങ്ങൾ കൂടുതൽ ഇതുപോലെയുള്ള എക്സ്പ്രഷൻസും ഇതുപോലെയുള്ള സെന്റൻസുകളൊക്കെ ഫൈൻഡ് ഔട്ട് ചെയ്ത് പറയാനായിട്ട് നോക്കുക. അങ്ങനെ നിങ്ങളുടെ ഇംഗ്ലീഷ് കൂടുതൽ മെച്ചപ്പെടുത്താനായിട്ട് നോക്കുക. വീണ്ടും അടുത്തൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.